ഹലോ. കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ മാത്രമുള്ള വീഡിയോസ് അല്ലേ നിങ്ങൾ കാണുന്നത്. ഞാൻ തന്നെയുള്ള ഗെറ്റ് റെഡി വിത്ത് മീയും അൺഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ കിടന്നപ്പോഴേ ഞാനിത് പ്ലാനും ചെയ്തായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ രണ്ടുപേരും ഒരുമിച്ച് ഒരുങ്ങുന്ന സമയത്ത് ഈ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് അതിങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കണം എന്നുള്ളത്. ആദ്യം അജ്മൽ അധികം അതിന് സപ്പോർട്ട് ചെയ്തില്ല. രാവിലെ അതിനുള്ള നേരമൊന്നും ഉണ്ടാവില്ല, ക്യാമറയുടെ പുറകെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, പാടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറേ കൺവിൻസ് ചെയ്തതിന് ശേഷം അജ്മൽ ഓക്കെ പ്രശ്നമില്ല നമുക്ക് എടുക്കാം, പക്ഷെ നാളെ തന്നെ വേണമെന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ പ്ലാൻ ചെയ്ത് ഇത് നാളെ എടുത്തില്ലെങ്കിൽ ഇത് പിന്നെ നടക്കൂല, അതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ കൂടെ എടുക്കണം എന്ന് പറഞ്ഞപ്പം പുള്ളി ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ്, ഞാൻ 5 മണിയായപ്പോൾ എഴുന്നേറ്റു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ക്യാമറയോട് ഫിക്സ് ചെയ്ത് വെച്ചു. 5:30 ആയപ്പോഴാണ് അജ്മൽ എഴുന്നേറ്റത്. എന്നിട്ട് ഞങ്ങൾ പതിയെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് വലിയ ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല, കാരണം 6 മണിക്ക് പോകണം. ഇപ്പം തന്നെ ഏകദേശം 5:40 5:35 ഈ അരമണിക്കൂർ കൊണ്ട് വേണം ഈ സാധനം റെക്കോർഡ് ചെയ്യാനും പിന്നെ ഒരുങ്ങാനും എല്ലാം. പിന്നെ എന്നും ഞാൻ ചെയ്യുന്ന എൻ്റെ സെയിം റൊട്ടീന്. പിന്നെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. പല ഇൻഫ്ലുവൻസേഴ്സും യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാനിപ്പോൾ ഡേംഡോക്കിൻ്റെ മറ്റേ സിറം വാങ്ങി കേട്ടോ. കുഴപ്പമില്ല, നല്ല സാധനമോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്തെ കുരു വന്നതിൻ്റെ കുറേ കറുത്ത പാടുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വലിയ ഇതൊന്നും ഇല്ലാതെയാണ് മേടിച്ചത്. കുറേ ഗൂഗിളും റിവ്യൂസും ഒക്കെ നോക്കിയാണ് വാങ്ങിയത്. ഞാനിപ്പോൾ ഇടുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പോയതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്ക് ഇല്ലേ, നമ്മുടെ മറ്റേ എന്തുവായിരുന്നു, ഫേസസ് കാനഡയുടെ കൊക്കോ ക്രഷ്, അതാണ് സംഭവം. പുറകെ നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഇവളെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്, ലിപ്സ്റ്റിക്ക് ഇടുന്നു, തുടയ്ക്കുന്നു, അടുത്തത് ഇടുന്നു, പിന്നെയും തുടയ്ക്കുന്നു. ഇത് തന്നെ അതൊന്നും ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടില്ല, വെറുതെ എന്തിനാ വെറുപ്പിക്കുന്നത്. അജ്മൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. നമ്മുടെ ബ്രെഡും വീറ്റ് ബ്രെഡും അതിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടറും. അത് കഴിച്ചിട്ടാണ് അജ്മൽ പോകുന്നത്. എനിക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഞാൻ 8 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പം ഇവിടെ നടക്കുന്ന എന്താണെന്നല്ലേ, ഞാൻ ഒരു ഉമ്മ ചോദിച്ച് മേടിക്കുകയാണ്. ആദ്യം പുള്ളി പറഞ്ഞു ഞാനിതൊന്ന് കഴിക്കട്ടെ, പിന്നെ പറഞ്ഞു നിൻ്റെ മുഖത്ത് മുഴുവൻ ക്രീമും പുട്ടിയൊക്കെ, എനിക്ക് വയ്യ ഉമ്മ അങ്ങ് തരാനെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ പരസ്യമില്ലേ, അതിനകത്തെ പാട്ട് പാടി, എന്താ കിസ് മീ. അപ്പം എനിക്ക് വലിയ കനത്തിൽ ഒന്നുമല്ലാതെ ഒരു ചെറിയൊരിതിൽ ഇവളെന്തായാലും ഇത്രയും ചോദിച്ചതല്ലേ എന്നൊരു മട്ടിൽ ഒരു ഉമ്മ തരാനുള്ള പുറപ്പാടാണ്. അതിൻ്റെ ആ ചിരിയാണ് മുഖത്തൊക്കെ കാണുന്നത്. എന്നിട്ട് ഞാൻ പിന്നെയും കിസ്മി പാടി. സഹിയായിട്ട് എൻ്റെ കിസ്മി കേട്ട് സഹിക്ക വയ്യാതെ അങ്ങനെ ഉമ്മ തന്നു. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാവോ, നിൻ്റെ പുട്ടി മുഴുവൻ എൻ്റെ വായിലായിന്ന്. കഴിച്ച് ഞാൻ അതിന് മാത്രം പുട്ടി വന്നിട്ടില്ല. ഇനി അജ്മലിൻ്റെ ഒരു ഷോ ആണ്. പിന്നെന്താ ഞാൻ വെള്ളം കുടിച്ചു. വെള്ളമാണോ കുടിച്ചത്? വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളമോ കട്ടൻ ചായ എന്തോ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ മുന്നിൽ നിന്ന് ഷോ കാണിച്ചാൽ സമയം പോകും, വണ്ടിയുടെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞത് കൊണ്ട് സിറമൊക്കെ തലയിൽ തേച്ച് മുടി വെട്ടിയതിന് ശേഷം ഞാൻ മറ്റേ സ്ട്രീക്സിൻ്റെ സിറം യൂസ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ലെയർ കട്ട് ആയതുകൊണ്ട് ഇവിടുന്ന് എല്ലാം മുടി ചാടി വന്ന് ആകെ അലമ്പാവും. അങ്ങനെ ഒരുങ്ങി രണ്ടുപേരും ഏകദേശം റെഡിയായി. ലാസ്റ്റ് ഫൈനൽ സ്പ്രേ അടിച്ച് അപ്പം ചാടി വരും സ്പ്രേയും ചോദിച്ചോട്ട്. അങ്ങനെ സ്പ്രേ എല്ലാം അടിച്ച് ഞങ്ങൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാ. പിന്നെ ഇതിനിടയ്ക്ക് അജ്മൽ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല, കാരണം കൊടുത്താൽ എൻ്റെ ഈ ക്യാമറയിൽ നിന്നുള്ള ഇത് അങ്ങ് വിട്ടുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നൊന്നുമില്ല. പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നതാണ്. അത് ഞാൻ മെയിലേക്ക് ഇങ്ങനെ പിന്നെ കാണാമെന്നുള്ള ഇതിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും റെഡിയായി, ഏകദേശം പോകാൻ എല്ലാം റെഡിയായി. സ്വെറ്ററൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത്. രാവിലെ മാത്രമേ ഉള്ളൂ തണുപ്പ്. ഈ ഉമ്മ ചോദിക്കാതെ കിട്ടിയ ഉമ്മയാട്ടോ. ഇനി ഒരു ഉമ്മയും കൂടെ കിട്ടും. അതും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ മനസ്സറിഞ്ഞ് തന്ന ഉമ്മയാണ്. അപ്പം ടാറ്റ ബൈ ബൈ.